വളരെ ഗൗരവത്തോടൊരു വിഷയം പറയാണ്. ഒരു കാരണവശാലും അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് ഹറാമിന്റെ ചിന്തയോടെയോ ഹറാമിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ഹറാമായ ഇടപെടലുകൾ ഉണ്ടാവലോടുകൂടിയോ ഒരൊറ്റ ആണും പെണ്ണും ബായാറ് സ്വലാത്തിന്റെ ദിവസം ഈ പരിസരത്തേക്ക് കടക്കരുത്. പെണ്ണുങ്ങൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് സ്വലാത്തിന് വേണ്ടി ഉലമാഇന്റെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടക്കുന്നു. ഈ വഅള് കേൾക്കാനും സ്വലാത്തിനും വേണ്ടി എത്തിപ്പെടുന്ന സകല സ്ത്രീകളോടും പറയുന്നു, ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥയിൽ ഒരൊറ്റ പെണ്ണും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്തല്ലാതെ ഇങ്ങോട്ട് നിങ്ങൾ വരരുത്. ഇസ്ലാമിക പൂർണ്ണമായ ഹിജാബിലല്ലാതെ പരിഷ്കാര വേഷത്തോടെയോ മറ്റു ദുരുദ്ദേശത്തോടെയോ ഒരാളും ഇങ്ങോട്ട് കടക്കരുത്. സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖളാകുന്ന അവസ്ഥയും ഒരാളിലും ഉണ്ടാകാതെ മുഴുവൻ ആളുകളും പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പിരിഞ്ഞു പോകുന്ന സമയം സാവകാശം വളണ്ടിയർമാരെ അനുസരിച്ച് മജ്‌ലിസിനോട് സഹകരിച്ച് നിങ്ങളൊക്കെ സ്വയം കാര്യങ്ങൾ നിയന്ത്രിച്ച് ഏറ്റെടുത്ത് പിരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുകയും ദൂരെ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഗുജറാത്തിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, മൈസൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം മുതൽ ഇവിടെ എത്തിപ്പെട്ട ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. വാഹനത്തിലും അല്ലാതെയും സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കുകയും കൂടെയുള്ള ആളുകളൊക്കെ ഉണർച്ചയിലായിട്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, പാപ്പ റസൂലുള്ളാഹിന്റെ മഹബത്തിലായി ചെറിയ കാല ആയുസ്, ദുനിയാവിലെ മുസ്ലിമിന്റെ ജീവിതം, അവന്റെ ഉംറ ആഖിറം സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന നിലക്ക് വറഅലായി തഖ്വയിലായി ജീവിക്കണേ. അതിനൊരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കരുത്, ഗീബത്ത് പറയരുത്, ഫിത്ന ഉണ്ടാക്കരുത്, കളവ് പറയരുത്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു അക്രമങ്ങളിലും ഒരു ഗുണ്ടാസത്തിലും ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാർ ഏർപ്പെടരുത്. കാസർഗോഡ്, കർണാടക പരിസരത്തിൽ ഉൾപ്പെടെ ഇന്ന് മഞ്ഞ കല്യാണം എന്ന പേരിൽ, മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ അവസാനിപ്പിക്കാൻ മഹല്ല് ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജാഗ്രതരാകണം. നിങ്ങൾ അതിന് മുൻപന്തിയിൽ വരണം. നിങ്ങൾ പ്രമാണിമാരായിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെന്ന് പറഞ്ഞ്, എടാ നീ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ അല്ലാഹു വെറുതെ വിടൂല. നിനക്ക് ഈമാനില്ലാതെ മരിക്കേണ്ടി വരും. ഈ ദീന് കൊണ്ട് നീ കളിക്കണ്ട. അതുകൊണ്ട് അത്തരം പരിഷ്കരിച്ച കല്യാണങ്ങൾ ഉൾപ്പെടെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ നിർത്തൽ ചെയ്യാൻ മുസ്ലിം ആലിമീങ്ങളും ഉമറാവും സന്നദ്ധരാവുകയും രംഗത്ത് വരികയും ചെയ്യണം. റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീന. ഈ ദീനിനെ തമ്മാടിത്തം കൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. ഈമാനുള്ളവർക്ക് സഹിക്കാൻ പറ്റൂല. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളൊക്കെ ജീവൻ മുഴുവനും സമർപ്പിച്ച്, സ്വാലിഹീങ്ങളൊക്കെ രക്തം സമർപ്പിച്ച പരിശുദ്ധ ദീനിനെയാണ് തമ്മാടിത്തം കൊണ്ട്, പണത്തിന്റെ ഹുങ്കിൽ, അധികാര ബലത്തിൽ, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇവിടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബേ, നീ ഖൈർ നൽകണം റഹ്മാനെ. എത്ര ചെറുപ്പക്കാരികളാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. ഞാൻ എന്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, ഈമാനുള്ള ഒരു പെണ്ണിനും ബ്യൂട്ടി പാർലറിന്റെ പടി കയറാൻ പറ്റൂല. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൽ ചിന്തയുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകൂല. അതുകൊണ്ട് ആ തമ്മാടിത്ത സ്വഭാവം സ്വീകരിച്ച, അത്തരം തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ട വല്ല മുസ്ലിം പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനിമേലിൽ ബ്യൂട്ടി പാർലറിന്റെ പടി കയറൂല. ഓ പുരുഷന്മാരെ, രക്ഷിതാക്കളെ, ഭർത്താക്കന്മാരെ, സഹോദരന്മാരെ, നിങ്ങളെ പെങ്ങന്മാരോ ഭാര്യമാരോ ഉമ്മമാരോ പെൺമക്കളോ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തൽ ചെയ്യണം. അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് പരിഷ്കാരത്തിന്റെ ഫാൻസിയുടെ പിറകിലായിട്ട് ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനിനെ മലീമസപ്പെടുത്താൻ ഒരുമ്പെട്ട് പുറത്തിറങ്ങി പിശാചിന്റെ പ്രേരണയിൽ അകപ്പെട്ട പെണ്ണുങ്ങളെ ദീനനുസരിച്ച് ജീവിപ്പിക്കാൻ നിങ്ങൾ നിലക്ക് നിർത്തണം. നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വയം നഫ്സ് മാത്രമല്ല, അഹലുകാരെ കൂടെ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആഹ്വാനം ലോകത്തിൽ
ലോകത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിന്റെ പടി കയറിയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്ക ധരിച്ച് മുടി ഷാമ്പ് തേച്ച് പാറിപ്പിച്ച് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മാപ്പിളപ്പാട്ടും സിനിമപ്പാട്ടും സീരിയലുമായി സിനിമ നടിമാരെ പിന്തുടർന്ന് തോന്നിവാസികളായി നടക്കുന്ന ഈ ജീവിത രീതി ഈ ദീനിന് അപമാനമാണ്. അല്ലാഹു നിങ്ങളെ ലാനത്ത് ചെയ്യും, ഉപ്പാപ്പ റസൂലുള്ള ലാനത്ത് ചെയ്യും, മലായികത്തിൽ നിങ്ങളെ ലാനത്ത് ചെയ്യും. അത്തരം തമ്മാടിത്ത ജീവിതം സ്വീകരിച്ചവരെ ഇത്തരം ലാനത്തുകൾ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടോ, സമാധാനം കിട്ടോ? അതുകൊണ്ട് ഹറാമിന്റെ ജീവിതം നിർത്തൽ ചെയ്യണേ പെണ്ണുങ്ങളെ. ഓ പുരുഷന്മാരെ, നിങ്ങൾ ടൈറ്റ് വിറ്റ് പാന്റും കോട്ടും ധരിച്ചിട്ട് അള്ളാഹുവിനെ ചിന്തയില്ലാതെ മുടി തട്ടുതട്ടായി കട്ട് ചെയ്തിട്ട് കള്ളും കഞ്ചാവും ആൻസും പാൻപരാഗും ചവച്ചിട്ട് ഹറാമിലായി ലഹരിയുമായി ബന്ധപ്പെട്ട് അന്യ പെണ്ണിനെ സ്നേഹിച്ച് അന്യ പുരുഷനെ സ്നേഹിച്ചിട്ട് നിങ്ങൾ തമ്മാടികളായി വ്യഭിചാരികളായി ജീവിച്ചാൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല. ആ ബോധം ഓരോ മുസ്ലിം പുരുഷനും ഓരോ മുസ്ലിം സ്ത്രീക്കും ഉണ്ടാകണം. അല്ലാഹു 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 അല്ലാഹു